ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജിൽ ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെക്കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താ തോന്നുന്നതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ അവനവനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനത്തെ ഒരു പേഴ്സണാണ്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡ്രീംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, എന്തെങ്കിലും ലിമിറ്റേഷൻസ് നിങ്ങളുടെ ഉണ്ടോ, അങ്ങനെ ആ രീതിക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ചൊരു റീഡിങ് 3 പൈലുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം ഒരുപാട് പേര് കാണുന്നതല്ലേ. അറ്റ്ലീസ്റ്റ് 3 പൈൽസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓറഞ്ച് ഫാൻറ്റ. ഓക്കെ, സെക്കൻഡ് വൺ കോക്ക്. ഓക്കെ, റെഡ് കളർ, റെഡ് എന്ന് പറയാം, ആൻഡ് ഗ്രീൻ സ്പ്രൈറ്റ് തേർഡ് വൺ. ഓക്കെ, 1 2 3 ചൂസ് ചെയ്തോളൂ പോസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് പൈൽ 1 എന്ന് റീഡിങ് ചെയ്യാം. ഇതിവിടെ തന്നെ വെക്കണോ? വേണ്ട. ഓക്കെ, കുറച്ചുകൂടി അത് അല്ലെങ്കിൽ എഡിറ്റിംഗ് ഞാൻ. ഓക്കെ, പൈൽ 1 എന്ന് തുടങ്ങാം. ഫാൻറ്റ ഓറഞ്ച്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർ, അവനവനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ യൂണിവേഴ്സ് എന്തെങ്കിലും നിങ്ങൾ ആരാണ്, ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ അല്ലേ. നമുക്ക് നോക്കാം. സി ഓക്കെ, ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ റീഡിങ് അല്ല എടുക്കുന്നത് ഞാൻ, ജസ്റ്റ് ഒരു ഓവറോൾ നമുക്ക് പറ്റുന്ന പോലെ. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മേ ബി പാസ്റ്റിലായിരിക്കാം. എനിക്ക് ഇവിടെ ഇത് രണ്ടും കൂടി എനിക്ക് കണക്ട് ചെയ്ത് തോന്നുമ്പോൾ മേ ബി പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നായിരിക്കാം. ഇപ്പോൾ ലേശം അത് ഇല്ലാതെ ആയ പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് ഫ്രണ്ട്സ് ഇപ്പോൾ മേ ബി ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, കാരണം ഇവിടെ ഇതും 3 ആണ്, ഇതും 3 ആണ്. സോ എവിടെയോ രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എൻജോയിങ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഇതിൽ കാണിക്കുന്ന തനിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, നമ്മൾ എന്തിനോ വേണ്ടി പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിക്കാണ്. മേ ബി നിങ്ങൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടാവാം, അങ്ങനെ ആയിരിക്കാം. ഇത് ഇപ്പോഴത്തെ ഒരു എനർജിയുടെ കാര്യമാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ. സോ അല്ലെങ്കിൽ മേ ബി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണണം, മീറ്റ് ചെയ്യണം എന്നൊക്കെ, ബട്ട് ഐ തിങ്ക് നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഫ്രണ്ട്സ് എന്ന് മാത്രമല്ല, സെലിബ്രേഷൻ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ബട്ട് ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഐ തിങ്ക് സന്തോഷങ്ങൾ ഇപ്പോൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ള ചിന്തകളായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ അതിനുള്ള പ്ലാനിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ മേ ബി വല്ല സെലിബ്രേഷനുള്ള പ്ലാനിങ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം നടക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ലൈക്ക് മേ ബി ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് സന്തോഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ബെറ്റർ ആക്കുക എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ. ആൻഡ് നിങ്ങൾ എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, മുന്നോട്ട് ഓരോ സ്റ്റെപ്പും എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം പ്ലാനിങ്ങോടെ നിങ്ങൾ മുന്നോട്ട് പോകാനിപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ ജസ്റ്റ് ജഡ്ജ്മെൻ്റ് കാർഡാണ്. സോ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു യൂണിവേഴ്സ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്ന് പറയാം. ഓക്കെ, മേ ബി ആരാ ഫ്രണ്ട്സ്, ആരാ അല്ലാത്തവർ എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വല്ല ഡിഫിക്കൽട്ട് സമയങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആര് നിൽക്കുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കി തരുന്നുണ്ടാവാം. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഒരു സമയം ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. അവനവനെ കുറിച്ചുള്ള ചില റിയലൈസേഷൻസ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ കുറിച്ചുള്ള ചില റിയലൈസേഷൻ ആയിരിക്കാം. ഓക്കെ,
ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇത് ആ ഒരു റിയലൈസേഷൻ വരുമ്പോൾ നമ്മുടെ ലൈഫിനെ നമ്മൾ പോസിറ്റീവ് വേയിൽ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. നല്ല കാര്യമാണ് ആക്ച്വലി. അല്ല, ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് അകൽച്ച അങ്ങനെ വലുതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അത് ഞാൻ പറഞ്ഞ പോലെ യൂണിവേഴ്സ് ചിലത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആരാണ് ശരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക, നിങ്ങൾക്കൊരു ആവശ്യമുള്ള സമയത്ത് ആരുണ്ടാവും അല്ലെങ്കിൽ ആരില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടും ആവാം. മേ ബി നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് മുമ്പ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ദറ്റ് അവരില്ല, എനിക്കൊരാവശ്യം വരുമ്പോൾ ആരും ഇല്ല കൂടെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി ലൈഫിൽ മുന്നോട്ട് എങ്ങനെ ഞാൻ ചെയ്യണം, എങ്ങനെയാണ് എൻ്റെ ലൈഫിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു ഇതുപോലെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അവനവനത്തെ കുറിച്ച് തന്നെ കുറേ റിയലൈസേഷൻസ് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കാംലി ഇവാലുവേറ്റ് യുവർ ചോയ്സസ്. യെസ്, ആൻഡ് പോസിറ്റീവ് ഡിസിഷൻ. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ ഈ അടുത്ത് ഉള്ള ഒരു എനർജിയാണ്. നമ്മളിത് പറയുമ്പോൾ ഒക്കെ ഇത് ഈ കുറച്ച് സമയത്തിൻ്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അതിൽ ചില ഡിലേസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ കാർഡ് ഓൾറെഡി എനിക്കൊരു വെയിറ്റിങ്ങിൻ്റെ എനർജി ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അത് നടക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ തന്നെ മേ ബി വളരെ പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, എല്ലാം ന്യായമായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളും അങ്ങനെ ഒരു വളരെ ന്യായമായിട്ട് എല്ലാവരുടെ അടുത്തും ഡീൽ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും വരരുത്, നമ്മളൊന്നും അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും അറിയാതെ ചെയ്തു പോകരുത് എന്ന് നിങ്ങൾ എപ്പോഴും ദൈവത്തിനെ ഭയക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി പറയാം. ഓക്കെ, ടെമ്പറൻസ് പറയുമ്പോൾ നമ്മളെപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി. അതായത് നമ്മൾ മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കരുത്. ഓക്കെ, എവിടെയോ നമുക്ക് അല്ലെങ്കിൽ അതിന് തിരിച്ചെന്തെങ്കിലും നമുക്ക് കിട്ടും, യൂണിവേഴ്സിൽ നിന്ന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ള ഒരു പേടിയുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ന്യായമായത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ആൻഡ് ഇവിടെ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി മനസ്സിൻ്റെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ ഒരു യങ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ടെടുത്ത് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇത് രണ്ടും തമ്മിലൊരു ചെറിയൊരു ഇതുണ്ട്. അതായത് ഒന്ന് പേജ് ഓഫ് സോഡ്സ് ആണ്, ഒന്ന് പേജ് ഓഫ് വോൺസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മളൊരു എന്തും ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഒരു ബാലൻസ് ഉണ്ട് നിങ്ങളിൽ എന്ന് വേണം പറയാൻ. ടെമ്പറൻസും നമ്മൾ ബാലൻസ് ആണ് പറയാറ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ആലോചിക്കുമ്പോഴും നിങ്ങൾ വളരെ ലോജിക്കായിട്ട് ആലോചിച്ച് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് ചിന്തിച്ച് അതിന് കറക്റ്റ് മെത്തേഡിൽ കൂടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം നിങ്ങൾ. ഓക്കെ, ഒരല്പം ചില സമയത്ത് നിങ്ങൾ ഐ തിങ്ക് ഒരു എടുത്ത് ചാട്ടം ഉണ്ടാവാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങളെ പിന്നോട്ട് അപ്പോഴേക്കും അത് വലിക്കും. ബിക്കോസ് അതൊക്കെ ഐ തിങ്ക് ഇത് തന്നെയാണ് ഈ ഒരു നമ്മുടെ പേടി. അതായത് യൂണിവേഴ്സ്, നമ്മളൊരു ദൈവത്തിൻ്റെ ശിക്ഷയെ നമ്മൾ പേടിക്കുന്ന വ്യക്തികളാകുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ എന്തും ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീണ്ടും വിചാരം വരും അല്ലേ. ആക്ച്വലി ഐ തിങ്ക് നിങ്ങളും എന്തോ ഇവിടെയും ഒരു പ്ലാനിങ് പോലെ തന്നെയാണ് കാണുന്നത്. എല്ലാം ഒരു പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ് ആയിരിക്കാം. ആൻഡ് ഇവിടെ നിങ്ങളുടെ ലൈക്ക് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് എവിടെയോ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ പേടികൾ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ അവനവനെ തന്നെ കുറെ കൂടി ബോൾഡ് ആക്കാനായാലും ശരി, കുറെ കൂടെ പഠിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായാലും ശരി, നമ്മുടെ സെൽഫ് ഡെവലപ്മെൻ്റ് ആയാലും ശരി, ഐ തിങ്ക് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഇതൊരു അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ. യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ തുടങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ ഇത് രണ്ടും സ്റ്റാർട്ടിംഗ് ആണ്, പേജ് ആണ്. പേജ് എന്ന് പറയുമ്പോൾ യങ് എനർജി. ഒന്ന് നിങ്ങൾ ഓക്കെ കാണുന്നവർ വളരെ യങ് വ്യൂവേഴ്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, മേ ബി ഒരു 20 to 30 പറയുന്നില്ല, മേ ബി ഓക്കെ ഒരു 20 to 30 ഇടയിലുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ കാണുന്നവർ, ഈ പൈലെടുത്തവർ. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളൊരു എന്തും ചെയ്യാൻ ഒരു പേടി പോലെയാണ് നിങ്ങൾക്ക്. ഒരു പേടിയെന്ന് മാത്രമല്ല, കുറച്ച് പേടിയും ധൈര്യക്കുറവ് എന്നെ കൊണ്ട് ചില സമയത്ത് ഇങ്ങനെയാണ്, സോറി. ഓക്കെ, ബട്ട് നിങ്ങൾ എന്തും ചെയ്യാൻ ഐ തിങ്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്കൊരു പുഷ് ആവശ്യമാണ് എപ്പോഴും. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികളും ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു യങ് ഇത് ഫീൽ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ബട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് മെച്യൂരിറ്റി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ധൈര്യം കൊണ്ടുവന്ന് മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു പോകാൻ ഐ തിങ്ക് നിങ്ങൾ മെച്യൂരിറ്റി കൊണ്ടുവരുന്നതായിട്ട് അല്ലെങ്കിൽ വരുത്താം.
ഓക്കെ, നിങ്ങളിങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ ഓക്കെ എന്തും ചെയ്യാൻ നിങ്ങളൊരു മടിച്ച് ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുകൂടിയാണ്. ഓക്കെ, ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക. ഓക്കെ, ആൻഡ് വേറെ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ? ഓക്കെ ഓക്കെ നമുക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ലൈഫിലെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൻ്റെ കാര്യം പറയുമ്പോഴായാലും ഓക്കെ നിങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ബട്ട് അതിൻ്റെ ഒപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ മേ ബി നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും. ഓക്കെ, അത് അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ മടിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ മടിച്ച് നിൽക്കേണ്ട, നിങ്ങളോട് സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യെസ്, അതിനുള്ള സ്ട്രെങ്ത്, ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകും ധൈര്യത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷന് ട്രിക്കറി ആക്ച്വലി ഫോർഗിവ്നെസ്, എൻലൈറ്റൻമെന്റ്, സെയിം കാർഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ലൈഫിൽ ഇതുവരെ ഇപ്പം നിങ്ങൾക്കുള്ള കാര്യത്തിന് നിങ്ങൾ വളരെയധികം നന്ദിയുള്ളവരായിരിക്കാം. ഓക്കെ, പാസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ മേ ബി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവാം, പാസ്റ്റിൻ്റെ ചില റിഗ്രറ്റ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. ബട്ട് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ഇപ്പം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇവിടെ ട്രിക്കറി കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് പാസ്റ്റിൽ ചിലപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആക്ച്വലി അതാണ് നിങ്ങളുടെ യങ് എനർജിയാണ്. നിങ്ങൾ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യും വേഗം. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പക്ഷേ കുറച്ചുകൂടി ഒന്ന് കാര്യങ്ങളെ മനസ്സിലാക്കണം. ശരിക്കും നല്ല രീതിയിൽ യുനോ ആരാണ് ശരിക്കും കൂടെ ഉള്ളത്, അല്ലെങ്കിൽ വെറും ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ ചില ട്രിക്കറി എന്ന് പറയുമ്പോൾ പറ്റിക്കൽ, ചതിക്കൽ എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം നിങ്ങളുടെ പാസ്റ്റിൽ. ആ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. സോ പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, ഫോർഗീവ് ചെയ്ത് വിട്ടേക്കുക ആ സിറ്റുവേഷൻസിനെ. നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അതിന് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഓക്കെ, അത് വേദനിപ്പിച്ച വ്യക്തികളായാലും വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ആയാലും ശരി, നിങ്ങൾ അതിനെ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ആൻഡ് എൻലൈറ്റൻമെൻറ്റ് ഞാൻ പറഞ്ഞു, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഐ തിങ്ക് ഒരു മെച്യൂർഡ് ആവാനുള്ള ഒരു സമയമാണിപ്പോൾ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മെച്യൂരിറ്റി കൊണ്ട് നിങ്ങളുടെ ഏജ് കുറേ യുനോ 30s ആവണമെന്നില്ല, 20-30 ആവണമെന്നില്ല, നിങ്ങൾ 40-50 ആയാലും ശരി, നമ്മുടെ ഉള്ളിൽ ഒരു ചില സമയത്ത് നമ്മളൊരു യങ് എനർജി ഉണ്ടാവും നമ്മുടെ, അല്ലേ? ഒരു കുട്ടികളെ പോലെയുള്ള ബിഹേവിയർ, നമ്മൾ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടം, അവരെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ചില അടികൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ആ അടികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലെസൺസ് വന്നതാണ്, എൻലൈറ്റൻമെൻറ്റ് വന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളിൽ മാറ്റം വരുത്തേണ്ട ഒരു സമയമാണെന്ന് യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ഓക്കെ, ടെമ്പറൻസ്, ബാലൻസ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരാം, അവനവൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാം. ഓക്കെ, കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് പൈൽക്കാർക്ക് വന്നത്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കുറേയൊക്കെ അതിൽ കണക്ട് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ പൈൽ 2 കാണാം, പൈൽ 3 കാണാം, വേണമെങ്കിൽ എല്ലാത്തിലും ചിലപ്പോൾ കുറച്ച് നിങ്ങൾ മാച്ചും വരാം, കാരണം എല്ലാവരും കാണുന്നതുകൊണ്ട്. ഞാനിപ്പോൾ ഈ കാർഡ്സ് ഇവിടെ വെച്ചാൽ എനിക്കത് റിപ്പീറ്റ് വരുന്നത് ഇഷ്ടമല്ല. പോട്ടെ, എന്തായാലും വെച്ചറിയാം. സെക്കൻഡ് പൈലുകാർക്ക് വരാതിരിക്കട്ടെ. ഓക്കെ, സെക്കൻഡ് പൈലിലേക്ക് പോകാൻ നമുക്ക്. ഏതായിരുന്നു? റെഡ് അല്ലേ? ഓക്കെ, റെഡ് ആയിരുന്നു സെക്കൻഡ് പൈലുകാർക്ക്. റെഡ്, ഞാൻ ഇപ്പോൾ പോസ് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്യണോ? ഓക്കെ, റെഡ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കണം, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ലെറ്റ്സ് സി. പൈൽ 2കാർക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് കുറച്ച് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സി. പൈൽ 2. ഓക്കെ, നമുക്ക് എന്താ കിട്ടുന്ന? ക്വീൻ ഓഫ് കപ്സ് എനർജി, 2 ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ് അഗൈൻ, strength card again, 5 of swords, രണ്ടെണ്ണം വന്നു, ace of swords and ace of cups, sorry, page of cups, pentacles. ഓക്കെ, ഈ പൈലുകാർക്ക് എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ഇമോഷണൽ പേഴ്സൺസ് ആണ്.
ഓക്കെ, നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ വല്ലാതെ ഇമോഷണൽ ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, ഇപ്പോഴും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ വളരെ ഇമോഷണൽ പീപ്പിൾ ആണ്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് എനർജി എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് എനർജി ആൻഡ് എന്തിനുള്ള വെയിറ്റിംഗ് ആണ്? ഐ തിങ്ക് അത് ന്യായത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ എപ്പോഴും നിങ്ങളെല്ലാവർക്കും കെയർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം എല്ലാവരെയും കെയർ ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അതിപ്പോൾ ഒരു പേഴ്സണെ ആയാലും ശരി, കൂടുതൽ ആൾക്കാരായാലും ശരി, ഫാമിലി ആയാലും ഫ്രണ്ട്സിനെ ആയാലും, അല്ല നിങ്ങളെ റിലേഷൻഷിപ്സിലായാലും, ബന്ധങ്ങളിൽ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ വേറെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, എവിടെയായാലും ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ നിങ്ങൾ ഇമോഷണൽ വ്യക്തിയാണ്. ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ആൻഡ് അത് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. വളരെ സപ്പോർട്ടാണ് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന. കെയർ ചെയ്യും, അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾ കെയർ ചെയ്യാനും. പക്ഷേ ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് ബട്ട് അത് നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളൊരു വെയിറ്റിംഗ്, നിങ്ങൾക്ക് ന്യായമായത് തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ് എനിക്ക് കാണുന്നത് ഇപ്പോൾ. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ഐ തിങ്ക് നമ്മൾ എപ്പോഴും എന്താ ഉണ്ടാവുക, അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആക്ച്വലി നിങ്ങളുടെ നേച്ചർ അങ്ങനെയാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ തിരിച്ച് അവനവൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിങ്ങൾ ചെയ്യില്ല. ഓക്കെ, നിങ്ങളത് വിട്ടുകൊടുക്കും മറ്റുള്ളവർക്ക്. മറ്റുള്ളവർ തെറ്റ് ചെയ്താലും, മറ്റുള്ളവരെന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ശരി, നിങ്ങൾ താണുകൊടുത്ത്, നിങ്ങൾ വിട്ടുകൊടുത്ത്, നിങ്ങൾ എപ്പോഴും അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ബട്ട് ഇപ്പോൾ ഐ തിങ്ക് ഫൈനലി നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു വെയിറ്റിംഗ് എനർജി എനിക്ക് കാണുന്നുണ്ട്. അതും കുറേ കാലമായിട്ടുള്ളൊരു വെയിറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 of Wands എനർജി അങ്ങനെയാണ്. നമ്മൾ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു, നടക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. നിങ്ങളെ ഇതുപോലെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേണം എന്നുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കാം. ഓൾറെഡി അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ മാരേജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിനായാലും ശരി. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുമാത്രമല്ല, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത വ്യക്തിയാണെങ്കിൽ തിരിച്ച് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്നെയും അങ്ങനെ കെയർ ചെയ്തെന്ന പോലെ, എനിക്ക് ന്യായം തരുന്ന പോലെ, എനിക്ക് റിട്ടേൺ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് എനിക്ക് കിട്ടുന്ന പോലെ ആരെങ്കിലും എന്നെയും കൂടി എല്ലാവരും ഒരാളെന്നല്ല, ഒരു വ്യക്തി എന്നല്ല, മേ ബി ഫാമിലിയിൽ നിന്നായിരിക്കാം. ഫാമിലിയിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഫാമിലിക്ക് വേണ്ടി നിങ്ങളെല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് നിങ്ങളൊരു ന്യായം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ചില ഫൈറ്റ് വന്നതായിട്ട് കാണുന്നുണ്ട്. ദറ്റ് 5 of Swords ആൻഡ് സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ. സോ ഐ തിങ്ക് നിങ്ങളിപ്പോൾ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, മേ ബി ഓക്കെ, ഇവിടെ പക്ഷേ പറയുന്നത് എന്താണ്, ആക്ച്വലി 5 of Swords നമ്മൾ പറയുമ്പോൾ കോൺഫ്ലിക്ട്സ് വരുന്നു എന്ന് പറയും. യെസ്, ഓക്കെ, മേ ബി നിങ്ങൾ അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നു. ദാറ്റ് കാരണം എപ്പോഴും നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ ഐ തിങ്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ആ കാരണം കൊണ്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങളെ എല്ലാവരും നിങ്ങളുടെ അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ ഫാമിലിയിലായാലും നിങ്ങൾ ഇത്രയും കാലം ചെയ്തതൊക്കെ, ഓക്കെ, അതെല്ലാം അവർ മറന്നിട്ട്, നമ്മൾ പറയില്ലേ ഒരു തെറ്റ് മതി നമുക്ക് ആൾക്കാർക്ക് നമ്മളെ ബ്ലെയിം ചെയ്യാൻ, അല്ലേ? സോ ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടാവും. അതിപ്പോൾ ഒരുപാട് വ്യക്തികളായിരിക്കാം, ഐ മീൻ ഫാമിലി എന്ന രീതിക്ക് എടുക്കാൻ നമുക്ക് ആരും ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, നിങ്ങളെ ശരിക്കും നിങ്ങൾ അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ, ഓക്കെ, എനിക്ക് കൂടി ന്യായമായത് കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഐ തിങ്ക് എല്ലാവരും കൂടി നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളെ ടോട്ടലി നിങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളാണ് മോശം എന്ന രീതിയിൽ പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ കോൺഫ്ലിക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്സിലായിരിക്കാം, ഓഫീസിലോ, ഈവൻ ഓഫീസിലോ ആവാം കേട്ടോ, ഓഫീസിലോ, ജോലി സ്ഥലത്തോ എവിടെയാവാം. മേ ബി നിങ്ങൾ ജോലി സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എല്ലാവരെയും എല്ലാവരുടെ കാര്യവും നിങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഓക്കെ, ബട്ട് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക, എനിക്ക് കൂടി തിരിച്ചും വേണം ലേശം എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുമ്പോഴേക്കും ഐ തിങ്ക് അവിടെ എല്ലാം കൈവിട്ടു പോയൊരവസ്ഥയാണ്. ഐ തിങ്ക് ഇപ്പം നിങ്ങളെല്ലാവരും മോശമായിട്ട് പറയുക, അല്ലെങ്കിൽ നിങ്ങളാണ് ഡിമാൻഡിങ് എന്ന് പറയുന്നുണ്ടാവും. അതെപ്പോഴും അങ്ങനെയാണ്, അല്ലേ? കാരണം എന്തുകൊണ്ടാണെന്നറിയോ? വേറൊന്നുമല്ല, നിങ്ങളെപ്പോഴും വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവിടെ വിട്ടുകൊടുത്ത് മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിച്ചു, നമ്മൾ കാണിച്ചു കൊടുത്തു ദാറ്റ് ഓക്കെ ഞാൻ എന്തും സഹിച്ച് നിൽക്കും എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരു ലേശം മാറുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല.
ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്താണ് നിങ്ങൾ മാറ്റാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ബിക്കോസ് അങ്ങനെ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്താൻ എല്ലാ കാലവും സാധിക്കില്ല. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ നമുക്കും കൂടി കുറച്ച് തിരിച്ചു കിട്ടാതെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, സോ അത് ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. യൂണിവേഴ്സ് പറയുന്ന എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബാലൻസ് കൊണ്ടുവരാം എന്നുണ്ട്. ഇവാലുവേറ്റ് യുവർ ചോയ്സസ്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ, ഓക്കെ, നിങ്ങൾ വിട്ടുകൊടുത്തത് യെസ് നല്ലതാണ്, വേണ്ട മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് മറ്റുള്ളവർ അഡ്വാൻറ്റേജ് എടുക്കുന്ന രീതിയിലേക്ക് മാറരുത് ഒരിക്കലും. ഓക്കെ, ഐ തിങ്ക് അവിടെയാണ്. ഓക്കെ, നല്ല ലോങ് റീഡിങ് ആവുന്നുണ്ട്, ഞാൻ അത്ര പ്രതീക്ഷയില്ല, ബട്ട് ഓക്കെ ലെറ്റ്സ് സീ. ഓക്കെ, ഇനി ഒരു റീഡിങ് കൂടെ എനിക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കോൺഫ്ലിക്ട്സ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ബട്ട് അത് വേണം, അവിടെ നിങ്ങൾ സ്ട്രെങ്തോടെ തന്നെ നിൽക്കുക. ഓക്കെ, ചിലപ്പോൾ ഈ കാര്യം നമ്മൾ പറയാറുണ്ട്, ദാറ്റ് നിങ്ങൾ അവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ വേണോ എന്നുള്ളതൊന്ന് ആലോചിക്കാൻ പറയും. ബട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം, ഫൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം നിങ്ങൾ മാറാനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യാതെ നിങ്ങളെ തന്നെ മാറ്റാം, അങ്ങനെയും പറയാം ഞാൻ. നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, കാരണം മറ്റുള്ളവർ നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കില്ല. ബട്ട് നിങ്ങൾ മാറാനുണ്ട്. നിങ്ങളുടെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കണം, നിങ്ങൾ എവിടെ ബൗണ്ടറി വെക്കണം എന്ന് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഓരോരുത്തർക്കും എത്ര പേജ് ഓഫ് കപ്സും ഏസ് ഓഫ് സോഡ്സും എവിടെ ആക്ച്വലി കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് മാറി വരും എന്നാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണെന്നാണ് എനിക്ക് കാണുന്നത്. അത് എന്ന് വെച്ചാൽ അത് റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. കോൺഫ്ലിക്റ്റ് വന്നു, യെസ് ശരിയാണ്, ബട്ട് ഐ തിങ്ക് ന്യായമായത് യൂണിവേഴ്സ് കൊണ്ടുതരുമെന്നും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ന്യായമായത് നിങ്ങൾക്ക് വരും. ഓക്കെ, ഒരു ഓഫർ വരുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും. ചിലത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വാല്യൂ കിട്ടാത്തത്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ നല്ലത് പുതിയത് വരികയും ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ലൈഫിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരും. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് മാത്രം കൊടുത്ത് ഇങ്ങോട്ട് കിട്ടിയില്ല, അവിടെയൊക്കെ നിങ്ങൾക്ക് ന്യായങ്ങൾ ചോദിക്കുന്നതിന് തെറ്റില്ല. ആൻഡ് അതിന് ചോദിക്കുന്ന നമ്മൾ ഫൈറ്റ് ചെയ്ത് ചില സമയത്ത് കാര്യം ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. എനിക്ക് മാറി നിൽക്കുക, ചിലത് കട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, ചില ഐഡിയാസ് നിങ്ങൾക്ക് വരും, പുതിയ നിങ്ങളുടെ ഐ തിങ്ക് നിങ്ങളുടെ ഒരു മാറ്റമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിവിടെ കപ്സ് ആയിരുന്നു, ക്വീൻ ഓഫ് കപ്സ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ, മറ്റുള്ളവരെ മുമ്പിൽ എനിക്ക് വേണ്ടത് കൂടി മാറ്റർ ആണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ ഒരു പേഴ്സണിനോട് പറഞ്ഞ് നിൽക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അവനവനിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട്. ഓക്കെ, നിങ്ങളൊന്ന് മാറ്റം കൊണ്ടുവരാം, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾ വരുത്തുന്ന പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് പുതിയ തുടക്കമാണ് എന്തായാലും കാണുന്നത്. ആൻഡ് അതൊരു നല്ലൊരു ബോൾഡ് ആക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സ് വേറെ നല്ല ബ്ലെസ്സിങ് കൊണ്ട് തരുകയും ചെയ്യും. ഓക്കെ, ജോലി ആയാലും ശരി, പേഴ്സൺ ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, ഈവൻ സ്വന്തം ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത റെസ്പെക്റ്റ് അങ്ങനത്തെ അത് കിട്ടുമെന്ന് പറയാം. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു മാറ്റമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് വരുന്നത്. ഒരേ ക്വസ്റ്റ്. ഓക്കെ, ബിറ്റർ സ്വീറ്റ്, യെസ്, ബാലൻസ്, വെരി ഗുഡ്. ഫെയ്ത്ത്, നിങ്ങൾ യൂണിവേഴ്സിൽ ഫെയ്ത്ത് വെക്കാം. ഓക്കെ, സോൾമേറ്റ് വരുന്നുണ്ട് ആക്ച്വലി. യെസ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് വരുന്നുണ്ടാവാം ചിലവർക്കെങ്കിലും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ഒരു കെയർ, ഓക്കെ, അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അതൊരു പുതിയ വ്യക്തി ആയിരിക്കാം, പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്ന ആരെങ്കിലും ചിലപ്പോൾ കുറച്ചുകൂടി അവർ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ചുകൂടി സ്നേഹത്തോടെ നിൽക്കുമെന്ന് പറയാം. ഫെയ്ത്ത് വയ്ക്കുക, യൂണിവേഴ്സിൻ്റെ ഒരു ന്യായത്തിൽ നിങ്ങൾ എപ്പോഴും ഫെയ്ത്ത് വയ്ക്കുക, ബിലീഫ് വയ്ക്കുക. ഓക്കെ, നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് യൂണിവേഴ്സിൻ്റെ മേലെ വെക്കുക എപ്പോഴും. എന്നിട്ട് യൂണിവേഴ്സ് കറക്റ്റായിട്ടുള്ളത് ചെയ്യും എന്ന്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്, ഓക്കെ, ചില മാറ്റം വരുത്താനുണ്ട്. ആൻഡ് ഇവിടെ ബാലൻസ്, യെസ്, നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഓക്കെ, എന്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ആർക്ക് എത്ര നമ്മൾ അലൗ ചെയ്യണം, നമ്മളെ ഹേർട്ട് ചെയ്യാൻ എത്ര അലൗ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആരെ എത്ര അങ്ങോട്ട് ചെയ്യണം എന്നെല്ലാം നിങ്ങളൊന്ന് ബാലൻസ് കൊണ്ടുവരാനുണ്ട്. ആൻഡ് ക്വസ്റ്റ്, ഇത് നിങ്ങളെ തന്നെ നിങ്ങളൊരു അന്വേഷണം എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അവനവനെ, ഓക്കെ, അവനവനെ തന്നെ നിങ്ങളൊരു അന്വേഷണം നടത്തുന്നതായിട്ട്, അതായത് അവനവനിലേക്ക് നോക്കുന്നതായിട്ടാണ് ക്വസ്റ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ അന്വേഷണം എന്ന് പറയാം. ആൻഡ് ബിറ്റർ സ്വീറ്റ്, ഓക്കെ, നിങ്ങൾക്കൊരു വിക്ടറി ഉണ്ടാവും. ഓക്കെ, ഒരല്പം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. യെസ്, നിങ്ങളെ മറ്റുള്ളവർ കുറച്ച് കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ എല്ലാം വരും. ബട്ട് അതിൻ്റെ ഒടുവിൽ അതിൻ്റെയൊക്കെ ഫൈനലി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു വിക്ടറിയാണ്. ബിറ്റർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ വിക്ടറി എന്നാണ് അർത്ഥം. ഓക്കെ, സോറി, ബിറ്റർ സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, കയ്പും മധുരവും. ഓക്കെ, കയ്പും മധുരവും കലർന്ന ഒരു വിക്ടറി നിങ്ങൾക്ക് കിട്ടും എന്തായാലും. ഓക്കെ, അല്പം കയ്പ് ഉണ്ടാവും, ബട്ട് അത് കഴിയുമ്പോൾ മധുരം വരും. ഓക്കെ, ആൻഡ് യെസ്, ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് എന്തോ നിങ്ങൾക്ക് ബ്ലെസ്സിങ് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ,
സോ ഐ തിങ്ക് നിങ്ങൾ ഒരു ലേശം മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്താനുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് പൈൽ 2 കാർക്ക്. നമുക്ക് പൈൽ 3യിലേക്ക് പോവാം. ഞാൻ വെച്ചതെങ്ങാനും മാറുന്നുണ്ടെങ്കിൽ സോറി, അതിനിപ്പോൾ എങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. നോക്കാം ഇനിയിപ്പോൾ ഇടയിൽ കൂടെ എനിക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 3 കാർക്ക് പൈൽ 3 നിങ്ങളെക്കുറിച്ച് യൂണിവേഴ്സ് എന്താ നിങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നല്ല ലോങ് റീഡിങ്. ഇനി ഞാൻ ഇതിനൊന്ന് എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിയുണ്ടല്ലോ. ഷോ, വേണ്ടിയിരുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 3. ഓ, 3 of Swords. ഷോ, എന്തുപറ്റി? 6 of Pentacles, 7 of Pentacles. അയ്യോ. ഓക്കെ, King of Cups, സ്റ്റാർ ഉണ്ടല്ലോ. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല, ഫൈൻ. ഓക്കെ, ലെറ്റ്സ് സീ. ഹാർട്ട് ബ്രേക്ക് എന്തിനെ കുറിച്ചാണെന്ന്. ഓക്കെ, പേടിക്കേണ്ട, ഫൈൻ, നോ പ്രോബ്ലം. സോൾമേറ്റ് കാർഡ് ഇവിടെ ഉണ്ട്. 2 of Cups ഉണ്ട്. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായി. ഇവിടെ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോട്ടെ, എന്തോ ആയിക്കോട്ടെ. യെസ്, മോസ്റ്റ്ലി ഇതൊരു റിലേഷൻഷിപ്പുകാർക്കുള്ളതാണ്. കൂടുതലും അങ്ങനെയാണ് വരുന്നത്. നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് ഗോ ത്രൂ ചെയ്യാണ് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്. ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ. ബ്രേക്കപ്പ് മേ ബി ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം. ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, ബട്ട് വന്നത് ഇതാണ്. സോ എടുത്ത് പറയാതിരിക്കാൻ എനിക്ക് നിർത്തിയില്ല. എനിക്ക് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് വേറെ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഒരു വേദന നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഹാർട്ട് ബ്രേക്കിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ക്വീൻ ഓഫ് കപ്സും ഉണ്ട് ആൻഡ് 9 of Swords ഉണ്ട്. മോശമൊന്നുമില്ല കേട്ടോ, നല്ല കാർഡ്സാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിതിനെ വേറെ രീതിക്ക് കൂടി പറയണോ എന്ന്. ഫൈനാൻഷ്യൽ, ഓക്കെ ഓട്ടെ, സാരമില്ല, മതി. ഇവിടെ കാണുന്നത് എനിക്ക് മെയിൻലി റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഹാർട്ട് ബ്രേക്കിലാണ്, സെപ്പറേഷനിലായിരിക്കാം. നിങ്ങൾ പേഴ്സണുമായിട്ട് ചിലവർ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം, ചിലവർ സെപ്പറേഷൻ്റെ കാര്യമായിരിക്കാം. കപ്പിളായിട്ട് കാണുന്നുണ്ട്. സോ പറയാതിരിക്കാൻ നിർത്തിയില്ല. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി, എനിക്ക് ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെ 6 of Pentacles. ഓക്കെ, നിങ്ങൾ ഫാമിലി ആയിരിക്കാം ഓൾറെഡി. ഇവിടെ എനിക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സണിന് ഫാമിലി ഉണ്ടാവാം, നിങ്ങൾക്ക് ഫാമിലി ഉണ്ടാവാം, എന്തോ ആയിരിക്കാം. ഇവിടെ സിറ്റുവേഷൻ ഒരു ഗ്രോത്ത് ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, വളരെ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതിൽ ക്വസ്റ്റ്യനേ ഇല്ല ഇവിടെ. ലൈക്ക് അത്രയും കപ്പിളാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് അവരോട് വളരെയധികം സ്നേഹമുണ്ട്, അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. മേ ബി സാഹചര്യങ്ങൾ കാരണമായിരിക്കാം. ഓക്കെ, സാഹചര്യങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ അകലേണ്ടി വന്നതായിരിക്കാം. ഇവിടെ എനിക്ക് വേറെ ഞാൻ നിങ്ങളെക്കുറിച്ചൊരു ഇത് പറയുകയാണെങ്കിൽ ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ് മെയിൻ വന്നത്. സോ കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങളിത് കാണുന്ന കൂടുതലും ഇത് ചിലപ്പോൾ ചൂസ് ചെയ്തവർ മോസ്റ്റ്ലി മെൻ ആയിരിക്കാം, മേ ബി. ഓക്കെ, അല്ല ലേഡീസ് ആയാലും കുഴപ്പമില്ല. ലേഡീസ് ആയാലും ശരി, നിങ്ങൾ വളരെ ലൈക്ക് സ്നേഹമുള്ള വ്യക്തികൾ. ഓക്കെ, കെയറിങ്. ഞാൻ നേരത്തെ സെക്കൻഡ് പൈൽ കൂടി നിങ്ങൾ പോയി കണ്ടോളൂ, മേ ബി മാച്ച് ഉണ്ടാവാം. ഓക്കെ, സെക്കൻഡ് പൈലുകാർക്കും നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് എനർജി ആയിരുന്നു വന്നത്. സോ മേ ബി നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കെയർ ചെയ്യുന്ന വ്യക്തി, എല്ലാം അങ്ങോട്ട് ഒരുപാട് കൊടുക്കുന്ന വ്യക്തി, ആ രീതിക്കാണ് നമ്മൾ പറയാം. ഓക്കെ, ബട്ട് ഇവിടെയും 6 of Pentacles ആണ്. ഐ തിങ്ക് സെക്കൻഡ് പൈൽ കൂടി നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, റെഡ് കോക്ക് കൂടി ഒന്ന് പോയി കണ്ടോളൂ, ബിക്കോസ് അതിൽ വളരെ സിമിലർ ആണ് വന്ന്. ഐ തിങ്ക് എനർജീസ് മാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട്, ഇങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ഫൈനലി ഇവിടെ ഒരു ഗ്രോത്ത് ഇല്ലാത്തൊരു സ്റ്റേജ് വന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഐ തിങ്ക് അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ഞാൻ ജനറലി കൂടി ഒന്ന് പറയാൻ ശ്രമിക്കട്ടെ.
ജസ്റ്റ് ഫാമിലി കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾ അവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റിലൊന്നും നിങ്ങൾക്ക് തിരിച്ച് വേണ്ട പോലെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഐ തിങ്ക് സെക്കൻഡ് പൈൽ കൂടി പോയി കണ്ടോളൂ, ബിക്കോസ് ഒരേ കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് അവിടെ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, ഇത് പക്ഷേ കൂടുതൽ റിലേഷൻഷിപ്പിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്, മറ്റേതിൽ കുറച്ചുകൂടി ജനറൽ ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, ഇത് കുറച്ചുകൂടി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, അതായത് നിങ്ങളൊരു പേഴ്സണുമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലാത്തവർക്ക് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ജോലിയിലായാലും ഫാമിലിയിലായാലും എല്ലാം നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അത് അവിടെയൊക്കെ നിങ്ങൾക്ക് അവസാനം ഒരു ഗ്രോത്ത്, നിങ്ങൾക്ക് അവസാനം ഒരു എന്താ പറയുക, ഒരു നിങ്ങൾക്ക് വേണ്ട റിസൾട്ട്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ എത്ര അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതിൻ്റെ ഒന്നും വേണ്ട ഒരു റിസൾട്ട്, മീൻസ് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിട്ടില്ല. ഓക്കെ, ചിലവർക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം കേട്ടോ. ഓക്കെ, ചിലവർക്ക് ഫൈനാൻഷ്യലി പ്രോബ്ലംസ് ആയിരിക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, അതിൻ്റെ ഒന്നും റിട്ടേൺ കിട്ടിയില്ല എന്നൊക്കെ പറയാം, ബിസിനസ്സിൽ നിങ്ങൾക്ക് റിട്ടേൺ വരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ആയിരിക്കാം, ചിലവർ അതിൻ്റെ വിഷമത്തിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മേ ബി നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് ഒരു പേഴ്സൺ ആണെന്ന് കൂടി പറയണം. ബിക്കോസ് അങ്ങനെ ഇമോഷണൽ ആയിട്ട് ഐ തിങ്ക് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ബിസിനസ്സിൽ മേ ബി നമ്മൾ പറയില്ലേ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം എന്ന് പറയില്ലേ, ആ രീതിക്ക് മേ ബി നിങ്ങൾ മാറാനുണ്ടാവും. ഓക്കെ, കാരണം നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ലോസസ് ഒക്കെ വരാനുള്ള സാധ്യതയാണ്. ബിസിനസ്സിൽ പ്രത്യേകിച്ചും വളരെ ഒരു ഷാർപ്പ് മൈൻഡ് വേണം. നമ്മളിങ്ങനെ കുറച്ച് ഇമോഷണലൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ അഡ്വാൻറ്റേജ് എടുത്തിട്ട് പോകും അല്ലേ. സോ അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് കൂടുതലും റിലേഷൻഷിപ്പിൻ്റെ ആണ്. സോ അതിനെ ഞാൻ പറയാം. എന്തായാലും ശരി, ഓക്കെ, യെസ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങൾ സെപ്പറേഷൻ്റെ എനർജിയാണ്, മിസ്സിങ് എനർജിയാണ്, നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ബട്ട് ഓക്കെ, ഫ്യൂച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ട്, പ്രതീക്ഷയാണ്. ഓക്കെ, പ്രതീക്ഷ എന്ന് പറയാം, നിങ്ങൾ ആഗ്രഹിച്ച നടക്കും എന്ന് പറയാം, നിങ്ങളുടെ വിഷ് നടക്കും എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർമെൻറ്റ് വരും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻസ് ബെറ്റർ ആവും. നിങ്ങളുടെ ലൈഫിൽ ലൈക്ക് പണത്തിൻ്റെ, നിങ്ങൾ ഫാമിലിയെ ഹാപ്പി ആക്കി വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ഒരുപാട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾ ഫാമിലിയെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടി എന്ത് മീൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടത് കിട്ടുമെന്ന് പറയാം. യൂണിവേഴ്സിൽ നിന്ന് അത് നിങ്ങൾക്ക് തിരിച്ചു വരും എന്ന് പറയാം. അല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിലും ശരി, നിങ്ങൾക്ക് യെസ് സന്തോഷങ്ങളാണ് വരുന്നത്. ആക്ച്വലി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് യെസ് ഇപ്പം നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, കുഴപ്പമില്ല. ഓക്കെ, ബട്ട് അത് മാറി വരും. കാരണം ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ 8 ഓഫ് വോൺസ് ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് വരും. ചിലപ്പോൾ ട്രാവലിംഗ് ഉണ്ടാവാം, ട്രാവലിങ്ങിൻ്റെ കാര്യം, അല്ലെങ്കിൽ മെസ്സേജിൻ്റെ കാര്യം, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്നൊക്കെ പറയാം, ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം എന്ന രീതിക്ക് നമുക്ക് പറയാം. എന്തായാലും ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തായാലും സോൾമേറ്റ് കാർഡും ഉണ്ട് ഇവിടെ. വളരെ സിമിലർ ആണ്. സെക്കൻഡ് പൈൽ കൂടി ഒന്നുകൂടി പോയി കാണാം. ഓക്കെ, ബിക്കോസ് ഞാൻ ഇവിടെ പറഞ്ഞ് നീട്ടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെക്കൻഡ് പൈൽ കൂടി ഒന്ന് കണ്ടോളൂ. ഓക്കെ, കാരണം ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ആണ് ആൻഡ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ വരുന്നു, അത്രേ പറയാനുള്ളൂ. ബിക്കോസ് നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാൻ ദാറ്റ് പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേന്ന്. ഡൗട്ടേ വേണ്ട, നോ ഡൗട്ട് അറ്റ് ഓൾ. ഓക്കെ, അവർ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്, മേ ബി ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, ഫാമിലിയുടെ വല്ല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ചിലവർക്ക് ജോലിയുടെ എന്തെങ്കിലും എന്ത് തന്നെ ഇഷ്യൂ ആയാലും ശരി, അങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഇവിടെ വന്നിട്ടില്ല. മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, ഇടയിൽ തേർഡ് പാർട്ടി വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെ ആയാലും ശരി. ബട്ട് ഇവിടെ കാരണം അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വളരെ പോസിറ്റീവാണ് കാണുന്നത് എനിക്ക്. സോ അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ പാസ്റ്റിനെ കുറിച്ച് വെറുതെ നമ്മൾ പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമില്ല. എന്ത് തന്നെ ഉണ്ടെങ്കിലും ശരി, സിറ്റുവേഷൻ നിങ്ങളെ മാറി വരും. ഓക്കെ, നിങ്ങൾ സ്ട്രെസ് ആവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവരും വിഷമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ കിങ് ആയാൽ നിങ്ങളുടെ ക്വീൻ നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നുണ്ട്, നിങ്ങൾ ക്വീൻ ആണെങ്കിൽ നിങ്ങളുടെ കിങ് നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പേടിക്കുക വേണ്ട, അവർ തിരിച്ചു വരും, നിങ്ങളുമായിട്ട് റീയൂണിയൻ ഉണ്ട്. ഓക്കെ, 2 ഓഫ് കപ്സ് ഉണ്ട്. ഈവൻ ഫൈനാൻഷ്യലി കാര്യങ്ങൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്ക് ബെറ്റർ ആവും സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെയധികം ഇമോഷണൽ പേഴ്സൺ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ലേശം ഒന്ന് മാറേണ്ടതുണ്ട്. ഓക്കെ, ഐ തിങ്ക് അവിടെ ഈ പൈലിൽ എനിക്കിപ്പോൾ അതേ തോന്നുന്നുള്ളൂ. സോറി, എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല അവിടെ. ഓക്കെ, നിങ്ങൾ തോന്നിയിട്ടുണ്ടാവാൻ ആ റിലേഷൻഷിപ്പ് എൻഡായി, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇപ്പം എന്ത് തന്നെ സിറ്റുവേഷനിലായാലും നിങ്ങൾ അത്രത്തോളം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കിട്ടുന്നില്ല എന്ന് തോന്നിയിലൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റമാണ് എനിക്ക് കാണുന്നത് എന്തായാലും. ഓക്കെ, സോ ഈ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ മേ ബി സ്പെഷ്യലി നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും സെക്കൻഡ് പൈൽ കൂടി പക്ഷെ ഒന്ന് പോയി കണ്ടോളൂ. ഓക്കെ, പ്ലീസ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഇത് ഇനിയിപ്പോൾ നീട്ടിയിട്ട് കാര്യമൊന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതിൽ നിങ്ങളെ ഒരു പേഴ്സൺ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് റിയൂണിയൻ ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പക്ഷെ ഒരുപാട് ഐ തിങ്ക് ഇമോഷണൽ ആവുന്നുണ്ട്, കുറച്ചുകൂടി മാറാം, ഒന്ന് പ്രാക്ടിക്കൽ കൂടി ആവാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് എന്താ അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നത്. ഫർഗീവ്നെസ് പറയുന്നുണ്ട്, ഗിൽട്ട്,
അക്സെപ്റ്റൻസ്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് വഴികളൊക്കെ അടഞ്ഞു, എല്ലാം എൻഡായി പോയി എന്ന്. ഓക്കെ, എൻഡായിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും എൻഡായിട്ടില്ല. ഇവിടെ സിറ്റുവേഷൻ ഒട്ടും എൻഡൊന്നും ആയിട്ടില്ല. നിങ്ങൾ തമ്മിലൊരു ഫോർഗിവ്നെസ് വരും. നിങ്ങൾ പേഴ്സണുമായിട്ട് ആരുടെ അടുത്താണോ നിങ്ങൾ പ്രശ്നമുള്ളത് അവരുമായിട്ടൊരു കോംപ്രമൈസ് വരും. ഐ തിങ്ക് അവർക്ക് വളരെയധികം ഗിൽട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളാണോ വേദനിപ്പിച്ചത്, നിങ്ങളുടെ പേഴ്സണാണോ വേദനിപ്പിച്ചത് ആലോചിച്ച് നോക്കുക. എന്തായാലും ഇവിടെ ഒരു ഗിൽട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഗിൽട്ടിലാണ്. ആക്ച്വലി യെസ്, അവർ വളരെയധികം ഗിൽട്ടിലാണ്. അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ അവർ തിരിച്ചു വന്ന് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സെലിബ്രേഷൻ എന്ന രീതിക്ക് വരും. ഓക്കെ, കുഴപ്പമുണ്ടാവില്ല, പ്രശ്നം. ഐ തിങ്ക് ഇത് എന്താണോ ഈ പൈൽ ഇങ്ങനെ വന്നത്. ഓക്കെ, എനിവേ, സോ പൈൽ 2 കൂടി നിങ്ങളൊന്ന് പോയി കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ഞാൻ നിർത്തട്ടെ, കുറേ ലോങ് ആയി. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.